എല്ലാം കൊണ്ടും ഭംഗിയാക്കി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഇതിന്റെ അവസ്ഥ എന്താകും നാളെ പരലോകത്ത്? അല്ലാഹു തന്നെ പറയട്ടെ, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലൻ നാരി ഫഹും യൂസഊൻ ഹത്താ ഇദാ മാ ജാഊഹാ شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون. കേട്ടോളൂ, ويوم يحشر أعداء الله إلى النار. അള്ളാഹുവിനെ ധിക്കരിച്ച് അഹങ്കാരികളായി ഈ ലോകത്ത് ജീവിതം കഴിച്ചു കൂട്ടിയ ആളുകളുടെ അവസാന അഭയമായ നരകത്തിലേക്ക് അല്ലാഹു തആലയുടെ മലക്കുകൾ അവരെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയൂ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാഹു തആല നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോ അവർ അവിടെ എത്തിയാൽ, അല്ലെങ്കിൽ അവർ മഹ്ശറിൽ എത്തിയാൽ, ഹത്താ ഇദാ മാ ജാഊഹാ, അങ്ങനെ അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ, ശഹിദ അലൈഹിം സംഉഹും, അവരുടെ ചെവി അവർക്കെതിരായി സാക്ഷി പറയും എന്ന് ഖുർആൻ. ചിന്തിക്കണം, ചെവി കൊണ്ട് കേട്ട അനാവശ്യമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ഏഷണികൾ, പരദൂഷണങ്ങൾ, അല്ലാഹു ഹറാമാക്കിയ സംഗീതത്തിന്റെ ലോകങ്ങൾ, അല്ലാഹു തആല ഹറാമാക്കിയ കേൾക്കരുത് എന്ന് പറഞ്ഞ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ആ ചെവി തുറന്നു പറയും എന്ന് ഖുർആൻ. പിന്നെയോ വഅബ്സാറുഹും, ദുഷിച്ച കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കണ്ണുകൾ പറയുകയാണ്. അതുമാത്രമല്ല വജുലൂദുഹും, ഇനി ബാക്കി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വിളിച്ചു പറയുന്നത് അവരുടെ തൊലികളായിരിക്കും. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറയുകയാണ്. യാസീനിൽ അല്ലാഹു പറയുന്നത്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അവർക്ക് മിണ്ടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിലെ വിചാരണയുടെ വേളയിൽ അവരുടെ കൈകൾ സംസാരിക്കുകയാണ്, അവരുടെ കാലുകൾ സംസാരിക്കുകയാണ്, അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ സംസാരിക്കുകയാണ്. മനുഷ്യൻ അല്ലാഹുവിനോട്, അല്ലാഹുവേ എനിക്ക് സാക്ഷിയായിട്ട് മലക്കുകൾ വേണ്ട റബ്ബേ, എനിക്ക് സാക്ഷിയായിട്ട് വേറെ ഒന്നും വേണ്ട റബ്ബേ, എനിക്ക് സാക്ഷിയായി ഞാൻ തന്നെ മതിയല്ലാ എന്ന് പറയുമ്പോഴാണ് അവന്റെ വായ കൊണ്ടൊന്നും സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ വായ കൊണ്ടല്ലേ എത്രയോ അസത്യങ്ങൾ അവൻ സത്യമാക്കി മാറ്റിയത്, എത്രയോ ഇല്ലാത്ത കാര്യങ്ങൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞത്, അവൻ പലതും നേടിയെടുത്തത്, അവൻ പലതും നഷ്ടപ്പെടുത്തിയത്. എന്നാൽ ഇനി വായ കൊണ്ട് നിനക്കതിനൊരവസരമില്ല. കൈകൾ ചെയ്തത് അത് പറയട്ടെ, കയലുകൾ ചെയ്തത് പറയട്ടെ. ഇങ്ങനെ ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്കെതിരായി നമ്മുടെ കൈകളും കാലുകളും അവയവങ്ങളും സാക്ഷി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് വരുന്നത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി നമ്മെക്കാൾ താല്പര്യത്തോടെ, നമ്മെക്കാൾ ആവേശത്തോടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ആ സന്ദർഭത്തിൽ നമുക്ക് റസൂലിന്റെ കൈ പിടിക്കാനുള്ള അവസരം നൽകുമാറാവട്ടെ. റസൂലുള്ള പറയുകയാണ്, മഹ്ശറിൽ എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഒരു സിംഹാസനം നൽകും. എല്ലാവരും അവിടെ പോയിരിക്കും. ഞാനിരിക്കില്ല. എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും
അല്ലാഹു തആല നരകത്തിൽ കടത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലു മുഹമ്മദുർ റസൂലുള്ളാഹി യൗമ യദ്ഉ ആദമു വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യന്റെ കഠിനമായ താപം ഒരു ചാണകല കത്തിജ്വലിച്ച് വിയർപ്പിൽ മുങ്ങിത്താൻ ആളുകൾ അവശരാകുമ്പോ ഓരോ പ്രവാചകന്മാരും എന്റെ കാര്യം എന്ന് നിലവിളിക്കുമ്പോ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ സമുദായം എവിടെ, എന്റെ സമുദായം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരും ഓടിയകലുമ്പോ, എല്ലാവരും നമ്മിൽ നിന്ന് അപ്രത്യക്ഷരാകുമ്പോ സ്നേഹത്തിന്റെ മഹാവെളിച്ചമായി, കൈപിടിക്കുന്ന മഹാപ്രകാശമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമുക്ക് നമ്മെക്കാൾ വലിയ ബന്ധം ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തെക്കാൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം എന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പരിശുദ്ധി തൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ, പരിശുദ്ധി തൻ ദിശയിൽ നിന്നുയർന്നൊരു പ്രകാശിക്കുന്ന മിന്നൽ പിണരാണോ, മാഞ്ഞു പോവാത്ത പ്രഭയുദിക്കുന്ന മിന്നിത്തിളങ്ങും തീജ്വാലയാണോ. വള്ളത്തോളിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രകീർത്തന കാവ്യത്തിന്റെ വചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഐഹികമായ ഈ ലോകത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ ഭൗതികമായി, അതിനെല്ലാം ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അല്ലാഹു പറയട്ടെ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ നടത്തുന്ന നിരവധി വചനങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് പറയുന്നത്? ലഖദ് മന്നല്ലാഹ്, അല്ലാഹു തആല അവന്റെ ഔദാര്യം നൽകിയിരിക്കുകയാണ് അലൽ മുഅ്മിനീന, വിശ്വാസികളുടെ മേലിൽ. അവർക്കിടയിൽ നിന്ന് അല്ലാഹു തആല ഒരു നബിയെ അയച്ചുവല്ലോ. ആ നബിയാണല്ലോ അവർക്ക് വിജ്ഞാനം നൽകിയത്, ആ നബിയാണല്ലോ അവരെ സംസ്കരിച്ചത്, ആ നബിയാണല്ലോ ലോകത്തിന്റെ എല്ലാ അധർമ്മങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും ഇരുട്ടിൽ നിന്നും സത്യത്തിന്റെ നീതിയുടെ ധർമ്മത്തിന്റെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായി മാറിയത്, ഒരു മനുഷ്യൻ മനുഷ്യനായി മാറിയത്, അതിന്റെ പരിപൂർണമായ കാരണം അവകാശപ്പെടാൻ കഴിയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നിയോഗമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ പ്രബോധനമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ സഹനമില്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ ത്യാഗമില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ അരാജകത്വങ്ങളിലൂടെ മുന്നോട്ട് പോകുമായിരുന്നു. അവർക്ക് സംസ്കാരം അറിയാൻ കഴിയുമായിരുന്നില്ല, അവർക്ക് ജ്ഞാനത്തിന്റെ വലിയ വെളിച്ചത്തിലേക്ക് നടന്നെത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ,
എല്ലാറ്റിനും കടപ്പാടുള്ളയാൾ, നമ്മളുടെ സ്വന്തം ശരീരങ്ങളെക്കാളും താല്പര്യത്തോടെ നാം സ്നേഹിക്കേണ്ടയാൾ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രകാശമായി വെളിച്ചമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടയാൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.